വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നൂഫിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നലെ ജോലിയൊക്കെ ഉള്ള കാരണം എല്ലാവരും കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ നൂഫിക്ക് അറിയില്ല നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അല്ലേ സനു? അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യമോനെ നഴ്സറിയിലാക്കും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നഴ്സറിയിലാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഹൈ സ്ട്രീറ്റിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യുന്നത്. ആദ്യം ഹായ് പറയും. അങ്ങനെ നമ്മൾ ആദ്യം നഴ്സറിയിലാക്കാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ പറയാം. അപ്പോൾ ആദ്യം ഞാൻ സ്കൂളിൽ നഴ്സറിയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതാ നമ്മൾ പോവാണ്. എന്താ പരിപാടി? പിന്നെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കേക്കൊക്കെ പെട്ടെന്ന് അപ്പം തന്നെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കേക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ കുറച്ച് കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിലാണ് പ്രശ്നമുള്ളൂ. എന്നാലും നമുക്കൊരു 1 day ഡെലിവറി ഒക്കെ അവർ ചെയ്യും. ഇപ്പോൾ 12 മണിയായി, 2 മണിക്ക് നൂഫ് ജോലി കഴിഞ്ഞിട്ട് വരും. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ആക്കണം. കാരണം ഞങ്ങളുടെ നമ്മളെല്ലാ സെലിബ്രേഷനും നമ്മൾ നൂഫിയാണ് എല്ലാത്തിനും എൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാനൊക്കെ വരാറ്. അപ്പോൾ ഈ പ്രാവശ്യം നൂഫിൻ്റെ ബർത്ത്ഡേക്ക് നമ്മളെ നൂഫിനായിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഇപ്പോൾ ലേറ്റായി പോയി. പിന്നെ അതിൻ്റെ നഴ്സറിയും മിസ്സാക്കണ്ട വെച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൂഫിനെ വെച്ച് നമുക്ക് എന്താ പറയാനുള്ളത് സനു? നൂഫിനെ പറ്റി പറയാനുള്ളത് ഇപ്പൊ ഏകദേശം നമ്മളൊരു ഫാമിലിയായി. ആദ്യം ആയിഷയുടെ ബെസ്റ്റ് ഫ്രണ്ടായി. പിന്നെ ഞങ്ങളുടെ ലൈഫില് വളരെ ക്രൂഷ്യൽ മൊമെന്റിലൊക്കെ നൂഫിയാണ് ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളിലും, അതായത് എല്ലാ സിറ്റുവേഷനിലും നൂഫിയാണ് നമ്മളെ കൂടെ നിന്നത്. അങ്ങനെ പിന്നെ ഇപ്പൊ UK-ലെത്തി. ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ ഒരു എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമില്ലെങ്കിൽ നൂഫിൻ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് പോലെ തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ബർത്ത്ഡേ ഇവിടെ തന്നെ ആയിരുന്നു നൂഫിന്റെ. പക്ഷെ നമുക്ക് അതുപോലെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലത്തെ സെയിം ഇഷ്യൂസ് ഒക്കെ തന്നെ ആയിരുന്നു. ടൈം, ജോലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇന്നലെ നൂഫിനോട് പറഞ്ഞ സെലിബ്രേഷൻ ഒന്നും വേണ്ട, എന്തിനാ വെറുതെ കുറെ കേക്കൊന്നും കട്ട് ചെയ്യണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് നൂഫിനെ നമ്മളിങ്ങനെ ഡിസപ്പോയിന്റഡ് ആക്കി. പക്ഷെ ആള് അങ്ങനെ ഇന്നതൊന്നും പ്രതീക്ഷിച്ചിട്ട് എക്സ്പെക്ട് ചെയ്യണില്ല ആളൊന്നും. അപ്പൊ ആള് അങ്ങനത്തെ ഒരു നേച്ചറാണ്, ഭയങ്കര പാവാണ് ആള്. അപ്പോ അതിന്റെ പേരില് അതുകൊണ്ട് മാത്രല്ല എനിക്ക് ആഗ്രഹമുണ്ട് ബർത്ത്ഡേ. എനിക്ക് പിന്നെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ സെലിബ്രേഷൻ. ഞാനും സനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ ഒന്നും കൂടെ പോവാണ്. പിന്നെ ഇന്ന് ഓഫ് ഡേ ആണ്, സനൂന് ഓഫാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ ബിരിയാണി ഒക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല തലശ്ശേരി ബിരിയാണി ആബിദ റഷീദിന്റെ റെസിപ്പി വെച്ച് സനു അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കഴിച്ച്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാനും അങ്ങനത്തെ സംഭവം. നമ്മൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ഇതാ നമ്മൾ ഹൈ സ്ട്രീറ്റിൽ ഇപ്പോൾ എത്താനായിട്ടുണ്ട്. ഇതാ നമ്മൾ കോൾച്ചസ്റ്റർ ഹൈ സ്ട്രീറ്റിലെത്തി. ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ടൗണാണ്. ഈ ടൗണിലാണ് നമുക്കൊരു വിധപ്പെട്ട എല്ലാ ഷോപ്സൊക്കെ ഉണ്ടാവുക, റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ക്രൗഡിയാണ്, ഭയങ്കര ആൾക്കാരും. നല്ല രസമായിരിക്കും കാണാൻ. അവരൊക്കെ നല്ല ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പേ പാർക്കാണ് ചെയ്യേണ്ടത് ഇവിടെ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിലൊന്നും ഇന്ന സമയത്തൊന്നും ഇടാൻ പാടില്ല ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ നടന്നു. അപ്പോൾ നമ്മൾ എന്താണ് വാങ്ങാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നൂഫി ഇടയ്ക്ക് ഞങ്ങൾ വെറുതെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ നൂഫി എൻ്റെ അടുത്ത് പറയാറുണ്ട് നൂഫിക്ക് റിവർ ഐലൻഡിൻ്റെ ഒരു ബാഗ് എന്തായാലും നാട്ടിൽ പോകുമ്പോൾ നൂഫി വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. നല്ലതുണ്ടെങ്കിൽ നമ്മളത് വാങ്ങും. നൂഫിക്കത് ആഗ്രഹമുള്ളൊരു സാധനമായത് കാരണം പിന്നെ വേറെ ഒരാളൊരു ഗിഫ്റ്റ് വാങ്ങാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ വാങ്ങും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. ഇതാണ് നമ്മൾ ഏകദേശം റിവർ ഐലൻഡിൻ്റെ അടുത്ത് കുറച്ച് നടന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ എന്നിട്ട് നേരെ
ബാഗ്സിൻ്റെ സെക്ഷനിൽ തന്നെയാണ് പോയത്. കാരണം വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നൂഫിക്ക് ഓൾറെഡി സ്ലിംഗ് ഉള്ള ബാഗ് ആണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ നിന്നൊരു നല്ല ബാഗ് എടുക്കുക. ഇതാ നമ്മളത് ബാഗ് ബില്ല് ചെയ്തു, വാങ്ങി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ പെട്ടെന്ന് കേക്കൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി. പിന്നെ ഞങ്ങളൊന്ന് പ്രൈമാർക്കിൽ വെറുതെ ഷോപ്പ് ചെയ്യാനും പോയി. പിന്നെ ഞങ്ങൾ മെല്ലെ കാർഡ് ഫാക്ടറിക്ക് വിട്ടു. കാരണം നമുക്ക് ഹീലിയം ബലൂൺ വേണം. അങ്ങനെ നമ്മൾ തപ്പി പിടിച്ചൊരു ഹീലിയം ബലൂണൊക്കെ വാങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നൂഫി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഹൈ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്, ജോലി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നൂഫി അങ്ങോട്ട് വന്ന്. അപ്പൊ ഗൈസ് നമ്മള് നല്ല ടയേർഡായി. നല്ല വെയിലുണ്ട് പുറത്ത്. നൂഫിനൊക്കെ കിട്ടി. നൂഫി അവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് നമ്മളെ അടുത്തേക്ക് വന്ന് അങ്ങനെ കുറച്ച് പർച്ചേസ് കഴിഞ്ഞ് നമ്മള് തിരിച്ച് പോവാണ്. എല്ലാരും ടയേർഡാണ്. നൂഫി കണ്ടില്ലേ വലിയൊരു കുപ്പിയില് വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഭയങ്കര ചൂടാണ്. പിന്നെന്താ, ഇനി നമ്മള് നേരെ ഇതാ അതിനെ കൊണ്ടാക്കിയിട്ട് നമ്മള് വന്നതല്ലേ, ഇനി നമ്മൾ അതേപോലെ പോയി അതിനെ എടുക്കാൻ പോവാണ്. വീട്ടിൽ പോയിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിക്കണം അല്ലേ സനു? അടിപൊളി ബിരിയാണി, അത് കഴിക്കണം. അങ്ങനെ ഇതാ നമ്മൾ അതിനെ എടുക്കാൻ വന്ന്. ആദ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ക്ലാസ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞല്ലോ. പിന്നെ സനുവിനെയും കൂടെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിലെത്തിയപ്പോൾ തന്നെ ആദ്യം നൂഫിൻ്റെ അടുത്ത് പറഞ്ഞ് ആ കേക്ക് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം പുറത്ത് വിട്ട്. അപ്പോൾ നൂഫിൻ്റെ ആ സർപ്രൈസ് ഓൾറെഡി പോയി. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ നൂഫിനെ ഞങ്ങളുടെ റൂമിലാക്കിയിട്ട് ഇവിടെ ഫുൾ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പ്. വലിയ സംഭവമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന പോലെ നമ്മളിതൊക്കെ ചെയ്ത്. നൂഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വിളിക്കുമ്പോഴേ പുറത്ത് വരാൻ പാടുള്ളൂ, ഡ്രസ്സപ്പൊക്കെ ചെയ്ത് അവിടെ ഇരുന്നോളം പറഞ്ഞു. പിന്നെ ഈ ബാനർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളി ബാനറായിരുന്നു. സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മൾ ആദ്യമായിട്ട് കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാല് നൂഫിനോട് പറഞ്ഞ് നൂഫി ഞങ്ങളൊരു അടിപൊളി സർപ്രൈസ് നൂഫിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർപ്രൈസ് ഒക്കെ ചെറുതായി കൊടുത്ത് എന്തായാലും. പക്ഷെ നമ്മള് നൂഫിനെ ഇങ്ങനെ അടുപ്പിച്ചിട്ടില്ല. 2 മണിക്കൂറായി മേലെ എത്തിക്കാണ്. നമ്മള് നൂഫിനെ വിളിക്കാൻ പോവാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് ടു ബി ലുക്ക് ഉണ്ടായിരുന്നു. ഈ ഷീൽഡും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ആള് വേറെ ലെവലായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ആദിമോൻ തന്നെയാണ്. അപ്പോൾ നൂഫിൻ്റെ റിയാക്ഷനൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇത് നമ്മളെ മാമ നൂഫിക്ക് ഗിഫ്റ്റ് ചെയ്തുള്ളതാണ്. താങ്ക് യു. ആവശ്യമുണ്ടായിരുന്നു ബാഗ്. അടിപൊളി. അതിലെ കുഞ്ഞ് ക്യൂട്ട് സാധനം. പിന്നെ ഇതാ അപ്പിയും വിഷ്ണു ചേട്ടൻ്റെയും ഗിഫ്റ്റ് കൊടുത്തു. എല്ലാ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ആദ്യമാണ് ഫുള്ള് എന്താ പറയുക കോപ്പറേഷൻ. ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നൂഫിൻ്റെ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ മുഖത്ത് ഇങ്ങനെ പല തരത്തിലുള്ള എക്സ്പ്രഷനൊക്കെ ഉണ്ടായിരുന്നു.
ഞാനെങ്കിൽ അഭിരാമി മേലോട്ട് അഭിരാമി മൊബൈൽ പിന്നെ എല്ലാവരും കൂടെ മാറി മാറി നൂഫിക്ക് കേക്കൊക്കെ കൊടുത്ത് നൂഫി ഹാപ്പിയായി. പിന്നെ ജെപിയും നീതും എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളെല്ലാരും കൂടെ സെറ്റ് ചെയ്ത് ഈ ഇവന്റ് എങ്ങനെ താങ്കൾ നോക്കിയോ പറയാം. തുടക്കത്തില് പാളിപ്പോയി. തുടക്കത്തിൽ പോയിട്ടൊന്നുമില്ല. അത് തുടക്കത്തില് ഇവിടെ വന്നതിന് എന്നോട് പറഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പക്ഷെ ഇത്രയും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഗിഫ്റ്റും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ഒന്നും മേടിച്ചില്ല, വെറുതെ പൈസ ചെലവാക്കണ പറഞ്ഞപ്പോ എന്താ തോന്നിയത്? എനിക്കൊന്നും തോന്നിയില്ല. ഫുഡ് കഴിക്കാൻ അല്ല എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന? ഇല്ല. കേക്ക് പ്രതീക്ഷിച്ചിരുന്നു ഈ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞപ്പോ. അല്ലാണ്ട് ഗിഫ്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷം. ഈ പ്രാവശ്യം ഉമ്മാക്കും ഉപ്പാക്കും സേവാക്കും സനാക്കും മാമാക്കും സച്ചുനും ഒന്നും വരാൻ പറ്റിയില്ല പരിപാടിക്ക്. അപ്പോൾ അവർ വീഡിയോ കോൾ ചെയ്തിട്ട് നൂഫിന് എല്ലാ വിശ്വസും എല്ലാം അറിയിച്ചു. നൂഫിയുടെ ഫ്രണ്ട് കൃഷ്ണ അയച്ചതാണ്. സത്യം. അപ്പൊ ഗൈസ് നമ്മളെ ബർത്ത്ഡേകൾ എന്തോ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അത്രയും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റും ബർത്ത്ഡേ സെലിബ്രേഷനും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ അവർ ചോദിച്ചപ്പോൾ ഇതൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം എനിക്ക് എന്താണ് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തത്. കാരണം ഇത്രയും പേരെ ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്ത് എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവര് എന്താ പറയാ, ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്താ ഇത്രയും വില കൂടി ഗിഫ്റ്റ്സ് ഒക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത് മേടിച്ചു തരാനുണ്ടായ മനസ്സിൽ എത്ര ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല. അവരും വിഷ്ണുക്ക് എനിക്ക് പ്രതീക്ഷിക്കാണ്ട് ഗിഫ്റ്റ് അവരും ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം. എന്താ പറയണ്ടേ അറിയാമോ. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് നൂഫി ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.